RSS മേധാവി മോഹൻ ഭാഗവതിൻ്റെ മണിപ്പൂർ പരാമർശത്തിൽ BJP പ്രതിരോധത്തിലായി എന്ന് വാർത്ത. മോഹൻ ഭാഗവതിൻ്റെ പ്രതികരണം നരേന്ദ്രമോദിക്കുള്ള വിമർശനമെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. മണിപ്പൂരിൽ ഇതുവരെ പോകാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS മേധാവിയുടെ വാക്കുകൾ കേൾക്കുമോ എന്ന് ജയറാം രമേശ് ചോദിക്കുന്നു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് മറ്റു അപ്ഡേറ്റ്സുമായി ചേരുന്നു. ശ്രീനാഥ്, പറയൂ. തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം RSSൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് മോഹൻ ഭാഗവതിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു ആദ്യ പ്രതികരണമായിരുന്നു. കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ സംഘടനാ പ്രവർത്തകർക്ക് വേണ്ടി നടത്തിയ ഒരു പഠന ക്ലാസ്സിൽ വെച്ചാണ് ഈ തരത്തിലുള്ള ഒരു പരാമർശം RSS മേധാവി നടത്തിയത്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഒരുപക്ഷെ BJPയെ, വിശിഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ ലക്ഷ്യം വെച്ചായിരുന്നു എന്ന് വിലയിരുത്താൻ കഴിയും. അതിലൊന്ന് ഈ മണിപ്പൂരിലെ പ്രശ്നമാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സ്ഥിതിയല്ല ഇപ്പോൾ മണിപ്പൂരിൽ എന്ന് മോഹൻ ഭാഗവത് പറയുന്നു. അവിടെ വലിയ ക്രമസമാധാന പ്രശ്നമുണ്ട്, കലാപമുണ്ട്, ആളുകൾ തോക്കെടുക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഒരു വർഷത്തിനിടെ കാര്യങ്ങൾ വളരെ ഗുരുതരമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഈ സർക്കാരിൻ്റെ ആദ്യ പരിഗണന മണിപ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആയിരിക്കണം എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചാരണ രീതികളെക്കുറിച്ച് കൂടി അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. നുണകൾ പറഞ്ഞുകൊണ്ട് വൈരാഗ്യ ബുദ്ധിയോടെ നടത്തുന്ന പ്രചാരണങ്ങൾ അത് ശരിയായിരുന്നില്ല. പ്രതിപക്ഷത്തെ ബഹുമാനത്തോടെ കാണണം, ഇരുപക്ഷങ്ങളും ഒരുമിച്ച് നിന്ന് രാജ്യത്തിൻ്റെ പുരോഗതി ഉറപ്പാക്കണം എന്നും അദ്ദേഹം പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ചില രീതികൾ ഒക്കെ മാറ്റി ഇനി മുന്നോട്ട് ലോക്സഭയിലും രാജ്യസഭയിലായാലും ഇരു ഭാഗങ്ങളും രാജ്യപുരോഗതിക്ക് വേണ്ടിയുള്ള സമവായത്തിലേക്ക് എത്തണമെന്നും അദ്ദേഹം പറയുന്നു. ഏതായാലും ഈ പ്രതികരണം വന്നതിന് പിന്നാലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം കൂടി വന്നു. ജയറാം രമേശാണ് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉന്നം വെച്ച് തന്നെയാണ് ഈ പ്രതികരണമെന്ന് അദ്ദേഹം പറയുന്നു. ഇത്രനാൾ മണിപ്പൂരിൽ പോകാതെ നോക്കി നിന്ന പ്രധാനമന്ത്രി ഇനി RSS മേധാവിയുടെ വാക്ക് കേൾക്കുമോ എന്നതാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. എന്തായാലും BJPയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുമില്ല. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ.